ന്യൂസ് ട്രെൻഡ്സ് തുടരുന്നു. നാളെ ഒരു നിർണായകമായ ചർച്ചയ്ക്ക് കേരള പ്രതിനിധി സംഘം ഡൽഹിക്ക് പോവുകയാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച നിർണായക ചർച്ചയ്ക്കായിരിക്കും നാളെ ഡൽഹിയിൽ കളമൊരുക്കുക. കേന്ദ്ര സർക്കാരിന്റെ പല സാമ്പത്തിക നയങ്ങളും സംസ്ഥാനത്ത് തിരിച്ചടിയാവുന്നു എന്നതായിരുന്നു കേരളം ചൂണ്ടിക്കാണിച്ച കാര്യം. കിഫ്ബി, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പെൻഷൻ കമ്പനി അവയുടെ പ്രവർത്തനത്തിൽ തന്നെ പ്രതിസന്ധിയാവുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്നതായിരുന്നു കേരളം ആവശ്യപ്പെട്ടത്. ഈ ആവശ്യത്തിന്മേൽ സുപ്രീം കോടതി ഒരു മധ്യസ്ഥ നീക്കത്തിന് ശ്രമം നടത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചർച്ച നടത്തി ഈ വിഷയം പരിഹരിച്ചുകൂടെ എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം. കേരളവും കേന്ദ്രവും ഇതിന് അനുകൂല നിലപാടെടുത്തോടുകൂടി ഈ ചർച്ചയ്ക്ക് കളമൊരുങ്ങുകയാണ്. കേരളത്തിൽ നിന്നും പ്രത്യേക പ്രതിനിധി സംഘമായിരിക്കും സംസ്ഥാന സർക്കാരിനായി ഈ ചർച്ചകളിൽ പങ്കെടുക്കുക. ധനമന്ത്രി KN ബാലഗോപാൽ നേതൃത്വം നൽകുന്ന സംഘത്തിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം, ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ, അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നിവർ അടക്കം ഉണ്ടാകും. കടമെടുപ്പ് പരിധി അടക്കം തടയുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കേരളത്തിന്റെ സുപ്രധാനമായ നീക്കമായിരുന്നു സുപ്രീം കോടതിയിൽ കണ്ടത്. എന്തായാലും ഈ സുപ്രീം കോടതി നീക്കത്തിന്റെ ഒടുവിൽ അതിന്റെ ഫലം എന്തായാലും അത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്കിടവെക്കുന്ന ഒരു തീരുമാനമായി അത് മാറുകയും ചെയ്യും. കാരണം കേന്ദ്ര സർക്കാരിന്റെ നയപരമായ വിഷയമായതിനാലും സുപ്രീം കോടതി ഇടപെടേണ്ട ആവശ്യമില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നേരിട്ട് ഈ വിഷയത്തിൽ ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നു എന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാധ്യത കൂടി ഈ വിഷയത്തിന് പിന്നിലുണ്ട്. ഡാൻ കുര്യൻ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, നാളത്തെ ചർച്ചയ്ക്ക് അങ്ങേയറ്റം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിനപ്പുറം സംസ്ഥാനത്തെ പൊതുജനങ്ങളെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒരു ചർച്ചയായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുക. കാരണം കേരളം അങ്ങേയറ്റം സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. സർക്കാരിൻ്റെ നയങ്ങളോ ധൂർത്തോ എന്നതടക്കമുള്ള വിഷയങ്ങൾക്കും അപ്പുറം കടമെടുപ്പ് പരിധി, കേരളം രൂപീകരിച്ച കിഫ്ബി, പെൻഷൻ കമ്പനി പോലെയുള്ള കമ്പനികളുടെ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാവുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്ന നിയമ പോരാട്ടമാണ് കേരളം നടത്തിയത്. അതിനൊടുവിലാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത്. ഈ ചർച്ചയിൽ നമ്മൾ ഏതു തരത്തിലുള്ള പ്രതീക്ഷയാണ് പ്രതീക്ഷ വെക്കേണ്ടത്? ഇതിൽ കേന്ദ്ര സർക്കാർ അവരുടെ നയങ്ങൾ തിരുത്തുക എന്നൊരു നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? സജിത്ത്, കേരളത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ചർച്ച തന്നെയായിരിക്കും നാളെ നടക്കുക. കാരണം ഏറെക്കാലമായി കേരളം മുമ്പോട്ട് വെക്കുന്ന ഒരു ആവശ്യമാണ്. അതായത് കേരളത്തോട് കടുത്ത സാമ്പത്തിക അസമത്വമാണ്, അവഗണനയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏറെക്കാലമായി തുടരുന്നത്. കടമെടുപ്പ് പരിധി അടക്കം വെട്ടിക്കുറച്ചതിലൂടെ കേരളത്തിൽ അതായത് കേരളത്തിൽ ലഭിക്കേണ്ട വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുന്നു എന്ന ആക്ഷേപം ഏറെക്കാലമായി ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിൽ സംഭവിച്ച വീഴ്ചയാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന ഒരു പ്രതിരോധം തീർക്കാനായിട്ടുള്ള ശ്രമം. അതിനിടയിലായിരുന്നു പ്രശ്നത്തിന് പരിഹാരം തേടി കേരളം സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നിയമപരമായ വഴികൾക്ക് അപ്പുറത്തേക്ക് നയപരമായ ചർച്ചകളിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം തേടാൻ വേണ്ടി കോടതി തന്നെ തുറന്നിട്ട ഒരു സാധ്യതയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ ചർച്ച നടത്തിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള പോംവഴികൾ നിയമസാധ്യതകൾക്ക് അപ്പുറത്ത് തേടുക എന്ന ഒരു ആ നിർദ്ദേശം കേരളം അംഗീകരിച്ചിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ധനമന്ത്രി KN ബാലഗോപാൽ, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ ഈ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള 4 അംഗ പ്രതിനിധി സംഘം കേരളത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് തീർച്ചയായും കേരളം ഏറെക്കാലമായി മുമ്പോട്ട് വെക്കുന്ന, ഏറെക്കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപം അത് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി, BJP ഇതര സർക്കാരുകൾ കൂടി സൂചിപ്പിച്ച പോലെ നിർണായകമായ രാഷ്ട്രീയ